അപ്പോൾ നമ്മൾ നമ്മുടെ കഥ എഴുതി തിരക്കഥ എഴുതി നമ്മൾ സംവിധാനം ചെയ്യാൻ പോകണം. നമ്മൾ പ്രൊഡ്യൂസറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പ്രൊഡ്യൂസറുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്തു. ആ ഓഫീസിൽ നിന്ന് നമ്മളടുത്ത് പറയാണ്, നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പിച്ച് ഡെക്ക് ഒന്ന് അയച്ചു തരൂ, ഞങ്ങൾ നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൂവിയുടെ പിച്ച് ഡെക്ക് അയച്ചു കൊടുക്കും. പിച്ച് ഡെക്ക് എന്താണെന്നല്ലേ, വീഡിയോ കാണാം. നിങ്ങൾ കാണുന്നത് MPL Entertainment. എൻ്റെ പേര് മനോജ് പാട്ടത്തിൽ. സിനിമ എന്ന് പറയുന്നൊരു പ്രോജക്റ്റാണ്, വലിയ എമൗണ്ട് പൈസ വരുന്നൊരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്, എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിച്ച് ഡെക്ക് വഴി ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നത്. നമ്മളിതിനൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷനായിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ സ്ലൈഡ് പ്രസൻറ്റേഷനായിട്ടോ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളുടെ പിച്ച് ഡെക്കിൻ്റെ ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമയുടെ ടൈറ്റിലാണ്. ടൈറ്റിൽ വിത്ത് പോസ്റ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്, ഒരു ഇംപ്രഷൻ കൂടുതൽ കിട്ടും. അതായത് നമ്മുടെ സിനിമയുടെ ജോണർ എങ്ങനെയാണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് എപ്പോഴും പോസ്റ്ററുകൾക്ക് പറ്റുമല്ലോ. അപ്പോൾ ഫസ്റ്റ് പേജിൽ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ വിത്ത് പോസ്റ്റർ നമ്മൾ കൊടുക്കും. നെക്സ്റ്റ് സ്ലൈഡിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് പേജ് എന്ന് പറയാം, നെക്സ്റ്റ് പേജിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സിനിമയുടെ ലോഗ് ലൈൻ കൊടുക്കും. ലോഗ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സിനിമയുടെ കഥയെ മാക്സിമം ഒരു 3-4 സെന്റൻസിൽ പറയുക എന്നുള്ളതിനാണ് ലോഗ് ലൈൻ എന്ന് പറയുന്നത്. അത് കൂടുതൽ പറയരുത്. ലോഗ് ലൈൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതിനേക്കാളും ചുരുക്കി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത്. അപ്പോൾ ലോഗ് ലൈൻ നമ്മൾ അടുത്ത പേജിൽ കൊടുക്കുക. ഈ ലോഗ് ലൈൻ എത്ര ചുരുക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പണ്ട് ലോഹിതദാസ് സാറ് IV ശശി സാറിനെ വിളിച്ചിട്ട് മൃഗയുടെ ലോഗ് ലൈൻ ഇതാ പറഞ്ഞത്രേ, ഒരു നാട്ടിൽ പുലി ഇറങ്ങുന്നു, പുലിയെ പിടിക്കാനായിട്ട് ഒരു വേട്ടക്കാരൻ വരുന്നു, വേട്ടക്കാരൻ പുലിയേക്കാളും വലിയ ശല്യമായിട്ട് മാറുന്നു. ഇതാണ് ലോഗ് ലൈൻ. മൃഗയ എന്ന് പറഞ്ഞ സിനിമയുടെ ലോഗ് ലൈൻ ഇതാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ സിനിമയുടെ ലോഗ് ലൈൻ എഴുതേണ്ടത്. അത് കാണുമ്പോൾ തന്നെ ആളുകൾ അതിൽ ആ ഒരു ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. ഇത് കൊള്ളാമല്ലോ എന്നുള്ള പരിപാടി അതിൽ നിന്ന് തന്നെ കിട്ടണം. അടുത്ത പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനോപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ലോഗ് ലൈൻ എഴുതി ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകരുത്, ഒരു ഹാഫ് പേജിലൊക്കെ കൊള്ളാവുന്ന രീതിയിൽ നമ്മളുടെ സിനിമയുടെ കഥ നമ്മളൊരു സിനോപ്സിസ് ആയിട്ട് നമ്മൾ എഴുതുക. അതിൻ്റെ മെയിൻ ഇൻസിഡൻറ്റുകൾ എഴുതുക, ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു, ഇന്ന പ്രശ്നങ്ങളുണ്ടാവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഹാഫ് പേജിലൊക്കെ കൊള്ളാവുന്ന ഒരു സിനോപ്സിസ് ആണ് പിന്നെ അടുത്ത പേജിൽ നമ്മൾ വെക്കേണ്ടത്. നമ്മൾ സിനിമയുടെ ഒരു ടോൺ, ഓവറോൾ എങ്ങനെയായിരിക്കും ഈ സിനിമ, ആ സിനിമയുടെ വിവിധ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട് നമുക്ക് ഈ സിനിമ ഇങ്ങനെയായിരിക്കും. നമ്മൾ തന്നെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, ഓരോ ലൊക്കേഷനിലേക്ക് പോയിട്ട് ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ഒരു ഹൊറർ മൂവി ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് ആംബിയൻസ്, ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക കളർ ടോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓവറോൾ ടോൺ നമ്മൾ കൊടുക്കും ഒരു പേജിൽ. അടുത്ത ഒരു ഷീറ്റിൽ അടുത്തൊരു പേജിൽ നമ്മൾ ക്യാരക്ടേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയ്ക്കകത്ത്, അതാരൊക്കെയാണ് ചെയ്യുന്നത്, ആ ഒരു ഡീറ്റെയിൽ നമ്മൾ കൊടുക്കാം. കാരണം ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ ആദ്യം നോക്കുമ്പോൾ എത്ര ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണല്ലോ ഏറ്റവും ആദ്യം ഒരു ശ്രദ്ധിക്കുക. അപ്പോൾ എത്ര ക്യാരക്ടേഴ്സ് സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്, അത് ഏതൊക്കെ ആർട്ടിസ്റ്റുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഓപ്ഷൻസ് വയ്ക്കാം. അപ്പോൾ ഒരാൾക്ക് തന്നെ 2-3 ഓപ്ഷൻസ് വയ്ക്കാമല്ലോ. അപ്പോൾ ആ ഒരു പേജിൽ ക്യാരക്ടേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റുകൾ ഇന്ന ആൾക്കാരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുത്തു. അടുത്തൊരു ഷീറ്റിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം. ലൊക്കേഷൻ എവിടെയാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബഡ്ജറ്റ് കാൽക്കുലേഷനിലൊക്കെ നമുക്ക് ലൊക്കേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പുറത്ത് ഷൂട്ട് ചെയ്യണം, ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രി ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും ഏരിയ നമ്മൾ ആ ലൊക്കേഷനുകൾ. അപ്പോൾ ലൊക്കേഷനുകളെ കുറിച്ചുള്ളൊരു ഐഡിയ ആണ് ഈ സ്ലൈഡിൽ നമ്മൾ കൊടുക്കുക. ഏതൊക്കെ ലൊക്കേഷനുകളിൽ, ഇപ്പോൾ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ ദുബായ്, ഇങ്ങനെ ലൊക്കേഷൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുക. മെയിൻ ലൊക്കേഷനുകൾ കേട്ടോ, അല്ലാണ്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഇന്ന ലൊക്കേഷനുകളാണ് നമ്മൾ ഷൂട്ട് ചെയ്യാന്നുള്ളതിൻ്റെത് അതൊരു സ്ലൈഡിൽ നമ്മൾ കൊടുക്കും. അടുത്ത ഒരു സ്ലൈഡിലായിട്ട് നമുക്ക് ക്രൂ മെമ്പേഴ്സ്, ഡയറക്ടർ, സിനിമോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ടെക്നിക്കലി ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടേഴ്സ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പേജിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ കാണുന്നവർക്ക് അറിയാം ഇന്ന ആളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഈ പേര് കൊടുക്കുമ്പോൾ തന്നെ അയാളുടെ എക്സ്പീരിയൻസ്, അയാൾ ഏതൊക്കെ സിനിമ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുമല്ലോ. ഇപ്പോൾ ഡയറക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ ആർട്ട് ഡയറക്ടർ ഇത്ര സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രൂ മെമ്പർ ഡീറ്റെയിൽസ് ആണ് അടുത്ത ഒരു സ്ലൈഡിൽ കൊടുക്കുക. നെക്സ്റ്റ് ഒരു പേജിലായിട്ട് ഷൂട്ട് സ്കെഡ്യൂൾ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം ഇത് ഷൂട്ട് ചെയ്യേണ്ടി വരും, എത്ര ദിവസം ഡേ ഷൂട്ട് ഉണ്ട്, എത്ര ദിവസം നൈറ്റ് ഷൂട്ട് ഉണ്ട്, അങ്ങനെ ഷൂട്ടിൻ്റെ ഒരു ഷെഡ്യൂളിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഒരു സ്ലൈഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഷൂട്ടിംഗ് സ്കെഡ്യൂളിൻ്റെ ഒരു പ്ലാൻ നമ്മൾ ആഡ് ചെയ്യും.
അടുത്ത പേജിൽ നമ്മൾ ബഡ്ജറ്റ്, അപ്രോക്സിമേറ്റ് ബഡ്ജറ്റ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള അപ്രോക്സിമേറ്റ് ബഡ്ജറ്റ്. നമ്മൾ സാധാരണ ഇങ്ങനെ പിച്ച് ഡെക്കിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് കോപ്പി ആവുന്ന വരെയുള്ള ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടു പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഇതിന് ഫസ്റ്റ് കോപ്പി ആക്കുമല്ലോ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്ന ആ ഒരു ഘട്ടം വരെയുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ പറയുക. ആർട്ടിസ്റ്റ് സാലറി കൂട്ടാതെ ഈ സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റ് വരുന്നുള്ളത് ഒരു സ്ലൈഡിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ അവസാനമായിട്ട് സിമിലർ ഈ ജോണറിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള സിമിലർ ആയിട്ടുള്ള സിനിമകളുടെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് പേജിൽ കൊടുക്കും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു റോം കോം സിനിമയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ നമ്മുടെ എവിടെയാണോ റിലീസ് ചെയ്യുന്ന അവിടെ ഹിറ്റായിട്ടുള്ള സിനിമകളുടെ റെഫറൻസ് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമകളുടെ ഒരു ജോണർ, ഇങ്ങനെയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇത്രയും സാധനങ്ങൾ വേണം പിച്ച് ഡെക്കിൽ. അപ്പോൾ ഇത് വായിക്കുന്ന ആൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പ്രസൻറ്റേഷൻ ആക്കി ഇത് നമ്മൾ അയച്ചു കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് ഇത് ജസ്റ്റ് ഒരു 10 പേജ് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഒരു മൊത്തത്തിലൊരു മൂഡ്, മൊത്തത്തിലുള്ള ഒരു പരിപാടി, എന്താണ് ഈ സിനിമയിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ആരാണ്, എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എല്ലാം ഈ ഒരു 10 സൈഡ് കാണുമ്പോൾ കിട്ടും. അങ്ങനെയുള്ള പ്രസൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് ഡെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പിച്ച് ഡെക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഗൂഗിളിൽ കയറുക, ഗൂഗിൾ സ്ലൈഡ്സ് എടുക്കുക, അതിൽ തന്നെ കുറേ ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ വീട്ടിൽ PC ഉള്ളവർക്ക് എന്ത് ചെയ്യാം, പവർ പോയിന്റ് വെച്ച് ഉണ്ടാക്കാം. ഈ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ മൊബൈലിൽ ഇതുപോലെ പവർ പോയിന്റ് പോലുള്ള ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിച്ച് ഡെക്കിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കണു. നമ്മൾ ഈ ചാനലിൽ ഇതിനു മുമ്പും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നവർ സമയമുള്ളപ്പോൾ കാണുക. വേറൊന്നും പറയാനില്ല. താങ്ക് യു.